ഇത്ര നല്ലിടയൻ, ഉത്തമ സ്നേഹിതൻ, നിത്യനാം രാജാവൻ കൂട്ടാളിയല്ലോ. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 30-ാം സങ്കീർത്തനത്തിൻ്റെ 1 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടയാക്കിയതുമില്ല. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. യഹോവേ, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയറ്റിയിരിക്കുന്നു. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. ആമേൻ, സ്തോത്രം. ജനഭാഗം നമ്മളെ കേൾക്കുമ്പോൾ, യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടയാക്കിയതുമില്ല എന്ന വചനം പറയുമ്പോൾ, ദൈവമക്കളെ, ശത്രുക്കൾ ആരാ നമുക്കറിഞ്ഞുകൂടാ. എന്നാലും നമ്മുടെ മനസ്സുകൊണ്ട് ആരുടെ ശത്രുത്വമില്ലാതെ ദൈവത്തിൽ വിശ്വസിക്കുന്ന മക്കള് ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തെ ഭയപ്പെട്ടും കഴിയുമ്പോൾ നമുക്കൊരു ശത്രു ഉണ്ടെന്ന് നമ്മൾ അറിയത്തില്ല. എന്നാൽ ശത്രുവിൻ്റെ പോരാട്ടങ്ങൾ നമ്മൾ ശരിക്കും അനുഭവിക്കും. എന്നാൽ ഇവിടെ വചനം നമ്മളെ കേൾപ്പിക്കുന്നുണ്ട്, യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടയാക്കിയതുമില്ല. അത്ര മനോഹരമാ ശത്രുക്കളുടെ മുമ്പാകെ മേശയൊരുക്കുന്ന നല്ല ദൈവം. എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടയാക്കിയതുമില്ല എന്ന് പറയുമ്പോൾ, വീഴ്ച കാണാൻ കാത്തിരിക്കുന്ന ശത്രുക്കളുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുവാൻ ഇടയായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ആരുടെ കഴിവല്ല, നമുക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവത്തിൻ്റെ മഹത്വം അത്രേ. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. ആ ദൈവത്തിൻ്റെ കൃപ, ആ ദൈവത്തിൻ്റെ സ്നേഹം ദൈവമക്കളെ പ്രഘോഷിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇത്ര മനോഹരമായ ഒരനുഭവം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇനി നമുക്കെവിടെയാ ദൈവമക്കളെ? ആരെയാണ് ഭയപ്പെടാനുള്ളത്? ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. വേറൊന്നുമല്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മൾ അനുഭവിച്ചറിയുന്നതെങ്കിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളൊക്കെ കടന്നു വരുമ്പോഴാണ് ദൈവമക്കളെ അതിനകത്ത് വീണു പോകാതെ നമ്മളെ കാത്തു പരിപാലിച്ച ദൈവത്തിൻ്റെ കൃപയെ നമ്മൾ കാണുന്നത്. മുൻപിൽ ചെങ്കടൽ കാണുമ്പോഴാണ് ദൈവമക്കളെ ചെങ്കടലിൻ്റെ നടുവിലൂടെ വഴി തുറക്കുന്ന ദൈവത്തെ നമ്മൾ കാണുന്നത്. ഗ്ലോറി, സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം എവിടെ ഉയരണം? അത് നമ്മുടെ അധരങ്ങളിലും ഹൃദയങ്ങളിൽ തന്നെ ഉയരുവാനിടയാകട്ടെ. ആമേൻ. 2-ാം വാക്യം പറയുന്നു, എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. ആമേൻ. ഞാൻ എൻ്റെ സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഞാൻ ഈ സമയത്ത് ഓർത്തു പോവുകയാണ്. ദൈവമക്കളെ, യഹോവ എന്നെ സൗഖ്യമാക്കിയത് കൊണ്ടാണ് എനിക്കും ഇന്ന് 33 വർഷം എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. എല്ലാ ആശുപത്രിയിൽ നിന്നും ഉപേക്ഷിച്ച് വിട്ട് പ്രത്യാശ നഷ്ടപ്പെട്ടവളായി ഞാൻ എൻ്റെ ഭവനത്തിലായിരിക്കുമ്പോൾ 23 വയസ്സിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ദൈവമക്കളെ എനിക്ക് അനുഭവിച്ച് അറിയുവാൻ എന്നെ സൗഖ്യമാക്കിയ ദൈവം എത്ര വലിയവൻ. ഹല്ലേലൂയ. ഈ ദൈവത്തെ അനുഭവിച്ചപ്പോൾ, ഈ ദൈവത്തിൻ്റെ സ്നേഹം ഞാൻ കണ്ട്, ഞാൻ കേട്ട്, ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയപ്പോൾ, ഈ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ ഇട വന്നപ്പോൾ, ഈ ദൈവം ജീവിക്കുന്ന ദൈവമക്കളെ, ഈ ദൈവത്തിൽ ആശ്രയിക്കുന്ന നമ്മളത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അതിനും ഇവിടെ കേൾപ്പിക്കുന്നു, എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. സൗഖ്യം പ്രാപിച്ച ദൈവമക്കളെ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ അതിന് പ്രത്യേകിച്ച് സമയമൊന്നും വേണ്ട. എവിടെ നിന്നാലും എവിടെ വെച്ച് വേണമെങ്കിലും സാക്ഷ്യപ്പെടുത്തുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. മനസ്സ്, നന്ദിയുള്ള മനസ്സ്. ദൈവം എന്നെ സഹായിച്ചു എന്ന് ഞാൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ആരും പറയണ്ട, സാക്ഷ്യം പറ, കർത്താവിന് വേണ്ടി ജീവിക്കുക എന്നൊന്നും പറയണ്ട. നന്ദിയുള്ളൊരു മനസ്സുണ്ടെങ്കിൽ ആ പാദപീഠം വിട്ടു പോകത്തില്ല. സൗഖ്യം പ്രാപിച്ചവരെ നല്ല സാക്ഷിയെ തീരുവാനിടയാകട്ടെ. രോഗാവസ്ഥയിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ കൂടുന്നവരെ സൗഖ്യമാക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ടല്ലോ. വിശ്വസിച്ചുകൊണ്ട് നമുക്ക് യാചിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. വചനത്തെ കേൾപ്പിക്കുന്നത്, യഹോവേ, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയറ്റിയിരിക്കുന്നു. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയിൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ, വചനം ആര് പറഞ്ഞാലും വചനം ദൈവത്തിൻ്റെതല്ലേ. വചനത്തെ ഹൃദയത്തിൽ ഏറ്റെടുക്കാമല്ലോ. ദൈവത്തിന് സ്തോത്രം. നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു.
എന്ന് ഈ വചനം ഏറ്റെടുത്തുകൊണ്ട് മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ച് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. ഇന്ന് ഈ ശുശ്രൂഷ ചിലപ്പോൾ കിടന്നുകൊണ്ടായിരിക്കാം, ആശുപത്രിയിലായിരിക്കാം, ഭവനങ്ങളിലായിരിക്കാം, എവിടെയും പല വിധത്തിലുള്ള രോഗത്തിന് അടിമപ്പെട്ട് പ്രത്യാശ നഷ്ടപ്പെട്ടവരായി കഴിയുന്ന പ്രിയപ്പെട്ട ദൈവമക്കളോട് പറയാനുള്ളത്, ഈ വചനം ജീവിക്കുന്ന വചനമാണ്, ഇത് ജീവിപ്പിക്കുന്ന വചനമാണ്. ആമേൻ, ഹല്ലേലൂയ. ഇത് അസ്ഥി താഴ്വരയ്ക്കകത്തിറങ്ങിയ വചനമാണ്. ഉണങ്ങിയ അസ്ഥികൾക്ക് ജീവനെ കൊടുത്ത വചനമാണ്. ഈ വചനം കേട്ട് രക്ഷ പ്രാപിക്കുവാൻ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം. കർത്താവേ കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ കർത്താവെ രോഗത്താൽ, പല വിധത്തിലുള്ള രോഗത്താൽ കഷ്ടപ്പെട്ട് കർത്താവെ ആശുപത്രിയിലും ഭവനങ്ങളിലും ഒക്കെയായിട്ട് കഴിയുന്ന എല്ലാവർക്കും വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് വൈദ്യനായ നല്ല കർത്താവെ, വിശ്വാസത്തോടെ തിരുവചനം ഏറ്റെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കണമേ കർത്താവെ. ഇത് ജീവിക്കുന്ന വചനമാണല്ലോ, ഇത് ജീവിപ്പിക്കുന്ന വചനമാണല്ലോ. ചാവാറായ ശേഷിപ്പുകൾക്ക് ശക്തി പകരുന്ന തിരുവചനം, അസ്ഥി താഴ്വരയ്ക്കകത്ത് ഉണങ്ങിയ അസ്ഥികൾക്ക് ജീവനെ കൊടുത്ത തിരുവചനം, കല്ലറയ്ക്കകത്ത് അഴുകിയതിനെ ആമേ സ്തോത്രം നാറ്റം വെച്ചതിനെ പുറത്തു കൊണ്ടുവന്ന് ജീവനുള്ള സാക്ഷിയാക്കി തീർത്ത തിരുവചനം, ഇന്ന് കർത്താവെ ഈ വചനം വിശ്വസിച്ചേറ്റെടുക്കുന്ന എല്ലാ ഇടങ്ങളിലും സർവശക്തനായ ദൈവമായ കർത്താവ് അത്ഭുതം ചെയ്യണമേ, അനുഗ്രഹിക്കണമേ, നല്ല സാക്ഷിക്ക് കർത്താവ് ഒരുക്കണമേ. എല്ലാ രോഗികൾക്കും കർത്താവ് സൗഖ്യം വരുത്തണമേ. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നന്മയ്ക്കായി ഒരടയാളം കർത്താവ് ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനോദുഃഖത്തിൽ കഴിയുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്തിനെ ചൊല്ലി ഭാരപ്പെടുന്നുവോ കർത്താവെ സമാധാനം കൊടുക്കണമേ. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പ കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.